നാടൻ കുഴിമന്തി. ഈ റെസിപ്പി പുറത്ത് കിട്ടൂല, ഇത് എൻ്റെ റെസിപ്പി. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ പട്ട, കറിയാമ്പ്, ഉണങ്ങിയ നാരങ്ങ, ഉപ്പ്, നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരി ഇടാനായിട്ട്. നീളമുള്ള അരിയാണ് എടുത്തേക്കണ. അരിയാണെന്നുണ്ടെങ്കിൽ കഴുകി വെള്ളത്തിൽ ഇട്ട് കുതിർത്താൻ വെച്ചേക്കണാണ്. അപ്പോൾ ഏകദേശം കുതിർന്ന് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ഇടാൻ. കുഴിമന്തിക്കുള്ള ചിക്കൻ മസാലയൊക്കെ പറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാശ്മീരി ചില്ലി ഉണ്ട്, ചിക്കൻ ക്യൂബുണ്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരിത്തിരി വിനാഗിരി, ഇത്ര സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഈ കുതിർത്ത് വെച്ചേക്കണ അരി നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടില്ല, തിളക്കണേ മുമ്പിട്ട് കൊടുക്കാം. അടുത്ത തിളക്ക് സംഭവം വേവും. ചിക്കൻ കുഴിമന്തിയിലേക്കുള്ള ചിക്കൻ റെഡിയാക്കാനായിട്ട് ഇതേപോലെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചല്ല, എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ മസാലയൊക്കെ പറ്റി വെച്ചേക്കണം ചിക്കൻ, കുഴിമന്തിയിലേക്കുള്ള ചിക്കൻ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കുക. ചെറിയ തീയിൽ വേണം കുഴിമന്തിക്കുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതേപോലെ ഇരിക്കും. ഇതേപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരും പുറത്തേക്ക്. ഇനി ആ വെള്ളം നമ്മൾ എടുക്കും. ആ വെള്ളത്തിലാണ് അരി വേവിക്കാനുള്ളത്. പകുതി മുക്കാലും വെന്തിരിക്കുന്ന അരി. ഇനി ഇതിൻ്റെ സ്ട്രോക്കിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കാൻ പോകുന്നത്. വേവിച്ച അരിയിലേക്ക് നമ്മുടെ ചിക്കൻ പുഴുങ്ങിയ സ്ട്രോക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ അടുത്ത ലെയർ ഇടണം. ആ കുഴിമന്തി ഇതേപോലെ ഒന്നും കൂടെ മേളിൽ റൈസ് ഇട്ടിട്ട് ദമ്മിട്ട് മൂടി വെക്കാം. എത്തിക്കുക ചെറിയ തീയിൽ. നമ്മൾ 2 പച്ചമുളക് വെച്ച് 3 പച്ചമുളക് വെച്ച് നമുക്ക് ഇങ്ങനെ മൂടിയെടുക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇതിൻ്റെ മേളിൽ എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് വെക്കണമല്ലോ. ഇതിലേക്ക് കുഴിമന്തിയിലേക്ക് ഒരിത്തിരി കരി ഇട്ട് നെയ്യ് ഒഴിക്കാമെന്ന് വിചാരിച്ച് ചിരട്ട കത്തിനായി കാണണം. ഒരു കുന്നേരട്ടേ പോയി ചിരട്ട കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇവരെ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ഒരിത്തിരി അമർത്തി വെക്കാം. ഇതിൻ്റെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മന്ത്രത്തിലൊക്കെ നെയ്യ് ഒഴിക്കുമ്പോൾ പുക വരും ഇതേപോലെ ആണ്. നമുക്ക് ആഹാ ചേട്ടാ അങ്ങോട്ട് മൂടിയാൽ വെക്കാം.